കനത്ത മഴ തുടരും. പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ട് തന്നെ. പെരുമഴയിൽ കാസർഗോഡ് വീരമലക്കുന്നിടിഞ്ഞു. വെള്ളക്കെട്ടിൽ മുങ്ങി ഇപ്പോഴും തലസ്ഥാനം. തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. ട്രോളിംഗ് നിരോധനം ജൂൺ 10 മുതൽ. IAS തലപ്പത്ത് അഴിച്ചുപണി. രാജൻ കൊബ്രഗഡെ വീണ്ടും ആരോഗ്യവകുപ്പ് സെക്രട്ടറി സ്ഥാനത്തേക്ക്. മുഹമ്മദ് ഹനീഷ് വ്യവസായ വകുപ്പിലേക്ക്. ബിജു പ്രഭാകർ KECB ചെയർമാനാകും. താരപ്രചാരകരെ നിയന്ത്രിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BJPക്കും കോൺഗ്രസിനും നോട്ടീസ്. പരസ്യ പ്രചാരണത്തിനിടെ താരപ്രചാരകർ നടത്തുന്ന വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ റിപ്പോർട്ട് തേടിയ ആരോഗ്യമന്ത്രി. DMO വിശദീകരണം നൽകണം. സ്വകാര്യ പ്രാക്ടീസിംഗിനെ കുറിച്ചും അറിയിക്കാനും നിർദ്ദേശം. സർക്കാരുമായി വീണ്ടും ഉടക്കിട്ട് ഗവർണർ. തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് മടക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്ന് രാജ്ഭവൻ. അധികാര പരിധി വിവാദത്തിൽ ഗവർണറെ പിന്തുണച്ച് കേരള സർവകലാശാല VC. സമസ്തയിൽ ഭിന്നത രൂക്ഷം. സുപ്രഭാതം പത്രത്തിനെതിരായ വിമർശനത്തിൽ എഡിറ്റർ ഡോക്ടർ ബഹാവുദ്ദീൻ നഖ്വിക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. 48 മണിക്കൂറിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം. ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ നഖ്വി. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കർഷകരുടെ വൻ പ്രതിഷേധം. ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച്. രാസമാലിന്യം ഒഴുക്കിയവരെ വെറുതെ വിടരുതെന്ന് നാട്ടുകാർ. മന്ത്രി രാജീവ് ആർക്കൊപ്പമെന്ന് കോൺഗ്രസ്. എൽദോസ് കുന്നപ്പിള്ളി MLAക്കെതിരെ ബലാത്സംഗവും വധശ്രമവും ചുമത്തി കുറ്റപത്രം. പരാതിക്കാരിയെ MLA ഒന്നിലേറെ തവണ പീഡിപ്പിച്ചെന്ന് പോലീസ്. 3 സുഹൃത്തുക്കളും പ്രതികൾ. കൊച്ചിയിലെ ലഹരിക്കടത്ത് കേസ് അന്വേഷണം മോഡലിംഗ് കമ്പനികളിലേക്ക്. 3 കമ്പനികളുടെ ഉടമകളെ ചോദ്യം ചെയ്യും. മോഡലുകളെ കാരിയറാക്കി ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി ഒഴുക്കുന്നു. പിടിയിലായ അൽക്കാബോണിയിൽ നിന്നും നിർണായക വിവരങ്ങൾ. വിഴിഞ്ഞത്ത് വീട്ടമ്മയെ കൊന്ന തട്ടിൻ പുറത്തൊളിപ്പിച്ച കേസിൽ അമ്മയ്ക്കും മകനും സുഹൃത്തിനും വധശിക്ഷ. ശാന്തകുമാരിയെ കൊന്നത് സ്വർണ്ണാഭരണം കവരാൻ. ശിക്ഷിച്ചത് റഫീഖ്, മകൻ ഷഫീഖ്, അൽ അമീൻ എന്നിവരെ. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. ആന്തരിക അവയവത്തിൽ മുറിവെന്ന് നിഗമനം. പുലിയെ പിടികൂടിയത് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മയക്കുവെടിവെച്ച്. IPLൽ സഞ്ജുവും കോഹ്ലിയും ഇന്ന് നേർക്കുനേർ. ജയിക്കുന്നവർക്ക് ഫൈനലിലെത്താൻ ഒരവസരം കൂടി. മത്സരം രാത്രി 7:30 ഗുജറാത്തിൽ. വാർത്തയിലേക്ക് വിശദമായി. IAS തലപ്പത്ത് അഴിച്ചുപണി. KECB ചെയർമാനായിരുന്ന രാജൻ കൊബ്രഗഡയെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. APM മുഹമ്മദ് ഹനീഷ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറി. ബിജു പ്രഭാകറാണ് KECBയുടെ പുതിയ ചെയർമാൻ. BV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് ഇപ്പോഴത്തെ ഈ സ്ഥലം മാറ്റങ്ങളുടെ പ്രാധാന്യം? ആർക്കൊക്കെയാണ് മാറ്റമുണ്ടായിട്ടുള്ളത്? 4 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് IAS ഉണ്ടായിട്ടുള്ളത്. രാജൻ ഖോബർഗഡെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി തിരിച്ചെത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ KK ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ഖോബർഗഡെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാണ്. അദ്ദേഹം വീണ്ടും KECB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ തിരികെ ഇവിടേക്ക് എത്തുകയാണ്. ആരോഗ്യവകുപ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. APM മുഹമ്മദ് ഹനീഷ് ആയിരുന്നു ആരോഗ്യവകുപ്പ് സെക്രട്ടറി. മുഹമ്മദ് ഹനീഷിനെ വ്യവസായ വകുപ്പിലേക്ക് തിരികെ വിട്ടു. അദ്ദേഹം നേരത്തെ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വീണ്ടും വ്യവസായ വകുപ്പിലേക്ക് പോവുകയാണ്. KECBയുടെ CMD ബിജു പ്രഭാകർ വരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട മാറ്റം. അദ്ദേഹം ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം അധിക ചുമതല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. KECB CMD ആയിട്ടാണ് അദ്ദേഹത്തിന് പുതിയ നിയമനം നൽകുന്നത്. അവിടെ രാജൻ ഗോബറുടെയായിരുന്നു KECBയുടെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ പദവികളിൽ ഉണ്ടായിരുന്നത്. K വാസുകിക്കാണ് തൊഴിൽ വകുപ്പിന്റെ ചുമതലയ്ക്ക് പുറമെ ഇപ്പോൾ പുതിയ ഒരു ചുമതല കൂടി നൽകിയിരിക്കുന്നത്. K വാസുകി നിലവിൽ തൊഴിൽ വകുപ്പിന്റെ സെക്രട്ടറിയാണ്. അവരെ
നോർക്ക സെക്രട്ടറിയായാണ് ഇപ്പോൾ പുതിയ ചുമതല നൽകിയിരിക്കുന്നത്. ശരി, വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. ഡിഎംഒയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മെഡിക്കൽ കോളേജിലെ സ്വകാര്യ പ്രാക്ടീസിംഗ് ചികിത്സാ പിഴവ് അടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കർഷകരുടെ വൻ പ്രതിഷേധം. ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച കർഷകർ ചത്ത മീനുകൾ ഓഫീസ് പരിസരത്തേക്ക് വലിച്ചെറിഞ്ഞു. കോൺഗ്രസ് AIYF പ്രവർത്തകർ കർഷകർക്ക് പിന്തുണയുമായി സമരരംഗത്തുണ്ടായിരുന്നു. നഷ്ടപരിഹാരം നൽകും എന്നതടക്കമുള്ള മലിനീകരണ നിയന്ത്രണം. മഴ ശക്തമായാൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലാകും. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. എന്തായാലും നടന്ന സമരം ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇവിടെ എലൂരിലെ ഓഫീസിലെ PCBയുടെ ഓഫീസിന് മുന്നിൽ രാവിലെ മുതൽ തന്നെ സമരത്തിൻ്റെ ഒരു കുത്തൊഴുക്കായിരുന്നു. കാരണം ഇവിടേക്ക് ആദ്യം കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി എത്തി. DCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ അകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പിന്നീട് ചീഫ് എഞ്ചിനീയർ ഇവിടേക്ക് എത്തി. അതിനുശേഷം AIYF പ്രവർത്തകരുടെ സമരമായിരുന്നു. പിന്നീട് മത്സ്യ കർഷകർ അവരുടെ മീനുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാമുകളിൽ ചത്തൊടുങ്ങിയ മത്സ്യങ്ങളുമായിട്ട് ഇവിടേക്ക് വന്നു. അതിനുശേഷം സമരത്തിൻ്റെ ഒരു രൂപം തന്നെ മാറുകയായിരുന്നു. ഇതിനകത്തേക്ക് പ്രതിഷേധവുമായി എത്തിയവർ ഇതിനകത്തേക്ക് ചീഞ്ഞ മീനുകളടക്കം അകത്തേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ സമരം മണിക്കൂറുകൾ നീണ്ടുനിന്നു. ഇതിൽ ചർച്ചകൾക്ക് ആദ്യഘട്ടത്തിൽ ചർച്ചകൾ PCB കാര്യമായ രീതിയിലൊരു പ്രതികരണങ്ങൾ ഉണ്ടായില്ല. പക്ഷേ തീരുമാനമില്ലാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് പിന്നീട് ഇത് സംബന്ധിച്ചൊരു ചർച്ചകളിലേക്ക് ചീഫ് എഞ്ചിനീയർ അടക്കം കടന്നു വന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ ഉള്ളൊരു ധാരണയനുസരിച്ച് മത്സ്യകർഷകർക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് PCB മുൻകൈ എടുക്കും. ഒപ്പം തന്നെ പെരിയാറിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കൂട്ടക്കുരുതി, ഇതിന് ആരാണ് ഉത്തരവാദി, ഏത് കമ്പനികളാണ് ഇതിൽ രാസമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം നടത്തും, നടപടികളുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ പെരിയാറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ മത്സ്യങ്ങൾ ഇത് ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നത് പരിസ്ഥിതിക്കൊപ്പം തന്നെ ചുറ്റുപാടും വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അത് നീക്കം ചെയ്യുന്നതിനുള്ള അടിയന്തരമായ നടപടികൾ എടുക്കുമെന്ന ഉറപ്പ് ഇവിടെ TJ വിനോദ് MLA ഒപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർക്ക് രേഖാമൂലം തന്നെ PCB നൽകി. അങ്ങനെ അത്തരം ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നത്. എങ്കിലും പെരിയാറിൽ സംഭവിച്ചിരിക്കുന്ന ഇപ്പോൾ നടന്നിട്ടുള്ള ഈ മത്സ്യക്കുരുതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ആർക്കാണ്, ഏത് കമ്പനികൾക്കാണ് എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിലേക്ക് നിലവിൽ PCB കടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഈ കമ്മിറ്റികളിലുണ്ട്. അതിനുശേഷം ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് ഉള്ള നടപടികളുണ്ടാകുമെന്ന് മന്ത്രി P. രാജീവും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് പെരിയാറിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ മനോജിനൊപ്പം ടാനിപ്പോൾ ന്യൂസ് 18. കമ്പനികൾ രാസമാലിന്യം ഒഴുക്കിയതുകൊണ്ട് മാത്രമാണ് പെരിയാറിൽ കൂട്ടക്കുരുതി നടന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. കാലങ്ങളായി പരാതി നൽകിയിട്ടും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു നടപടിയും എടുത്തില്ലെന്നും ഇപ്പോഴുള്ള അന്വേഷണം പ്രഹസനമാണെന്നും ഇവർ ആരോപിക്കുന്നു. പെരിയാറിൽ മലിനീകരണം നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് പാതാളത്തെ റെഗുലേറ്ററി കം ബ്രിഡ്ജിനെ കുറിച്ചാണ്. കാരണം ഈ വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യം ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഷട്ടറുകൾ ഉയർത്തുമ്പോഴാണ് പിന്നീട് ഇത് പുഴയിലേക്കടക്കം കലരുകയും ചെയ്യുന്നത്. ഇത് പരിസ്ഥിതി വലിയ രീതിയിലുള്ള ദുരന്തങ്ങളിലേക്ക് കാരണമാകുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എല്ലാം തന്നെ ഒരു മൗനാനുവാദം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പുഴയിലേക്ക് രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുമ്പോൾ അതിനെല്ലാം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു മൗനാനുവാദം ഇക്കാര്യങ്ങളിലെല്ലാം ഉണ്ട് എന്ന ആക്ഷേപവും ബലപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിലും ഇതേ ആരോപണം തന്നെയാണ് ഉയർന്നു വരുന്നത്. കാര്യം എന്തെല്ലാം ഒരു ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പുഴ അത് കറുത്ത രീതിയിലാകുന്നു. മഴയുടെ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് രാസമാലിന്യം ഒഴുക്കാൻ കമ്പനികൾ തയ്യാറെടുക്കുന്നതിന് മുന്നോടിയാണ് അതെല്ലാം എന്ന പരിസ്ഥിതി പ്രവർത്തകർ പലകുറി അറിയിച്ചിട്ടും നടപടിയെടുത്തില്ല എന്നുള്ള ആക്ഷേപങ്ങൾ എല്ലാം തന്നെ ഉയരുന്നുണ്ട്. നമുക്കൊപ്പം പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ പ്രവർത്തകരെല്ലാം നമുക്കൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരമൊരു മുന്നറിയിപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുത്തിരുന്നതാണോ?
തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ തിങ്കളാഴ്ച അത് നേരത്തെ തന്നെ അറിയിച്ചതാണ്, രാവിലെ തന്നെ അറിയിച്ചാണ്, ഉച്ചക്ക് അറിയിച്ചാണ്, വന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അതിക്ക് ഒരാഴ്ച മുമ്പ് ഇതുപോലെ കറുത്തൊഴുകിയപ്പോൾ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ചെന്ന് പറയുകയും വിളിച്ചു വരുത്തുകയും ചെയ്തതാണ്. അതിനു മുമ്പ് പെരിയാറും മൊത്തം, അതായത് പിന്നത്തെ ഒക്കെ ആഴ്ച അത് കഴിഞ്ഞിട്ടുള്ള മുമ്പത്തെ ആഴ്ചയിൽ പെരിയാറും മൊത്തത്തിൽ വെളുത്ത കളർ പാൽ നിറത്തിലൊഴുകി അതിൻ്റെ സ്രോതസ്സടക്കം നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ഒരു കഴിഞ്ഞ 1.5 മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മത്സ്യങ്ങൾ ചാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു വലിയ ദുരന്തത്തിന്റെ സൂചനയായിരുന്നു. അന്ന് മുതൽ ഇപ്പോൾ കഴിഞ്ഞ 1.5 മാസം മുതൽ ഇതിനെക്കുറിച്ചുള്ള നടപടികൾ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും ഭീകരമായിട്ടുള്ള മത്സ്യക്കുരുതി സംഭവിക്കില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കുന്ന ക്യാമറ, ആ ക്യാമറ വെച്ച് നോക്കിയാൽ ഇവിടുത്തെ മലിനീകരണത്തിന് അറിയാമെന്നാണ് ഇന്നലെ കളക്ടറോട് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആ ക്യാമറ വെച്ചിട്ട് ഇന്നേ വരെയും ഒരു പ്രതിയെ പോലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പിടിച്ചിട്ടില്ല. 4-5 ക്യാമറകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വേണ്ട സ്ഥലങ്ങളിൽ, അതായത് ഏറ്റവും കൊടും വിഷം ഒഴുക്കുന്ന കമ്പനികളെ പിടിക്കുന്ന തരത്തിലുള്ള വേണ്ട സ്ഥലങ്ങളിൽ ഇന്നുവരെയും ക്യാമറ വെച്ചിട്ടില്ല. ആ ക്യാമറ വെറും നോക്കുകുത്തിയാണ്. ആ ക്യാമറ ഉപയോഗിച്ചിട്ട് കളക്ടർക്ക് ഒരു പ്രതിയെയും കിട്ടാൻ പോകുന്നില്ല. അതൊരു പ്രഹസനമായിരിക്കും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെതിരെയുള്ള ആക്ഷേപങ്ങൾ പലതാണ്. കാരണം ഇതിൽ എല്ലാവർക്കും സഹായം ചെയ്യുന്ന, ഒത്താശ നൽകുന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു എന്ന വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നു. നാളുകളായി തുടരുന്ന ഇത്തരം സംഭവങ്ങൾ അത് ആവർത്തിക്കപ്പെടുകയാണ്. ഇത്തവണയെങ്കിലും ഇതിൻ്റെ ഒരു കൃത്യമായ കാരണങ്ങളിലേക്ക് പോകുന്നൊരു പ്രതീക്ഷയുണ്ടോ? യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം കഴിഞ്ഞൊരു കുറേയധികം നാളുകളായിട്ട് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. ഇനിയും ഈ കുരുതികൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. ഈ രീതിയിൽ തന്നെയാണ് സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും നിലപാടുകളെങ്കിൽ. ഈ രീതിയിൽ പ്രതീക്ഷ വലിയ രീതിയിൽ ആർക്കും തന്നെ ഇല്ല. കാരണം ഇതെല്ലാം തന്നെ ആവർത്തിക്കപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെ അവർ പറയുന്നു. ഈ പെരിയാറിൻ്റെ ചുറ്റുപാടുമുള്ള വ്യവസായശാലകൾ, ഇവിടെ നിന്ന് രാസമാലിന്യങ്ങൾ ഒഴുകുന്നതാണ് ഈ കൂട്ടക്കുരുതിക്ക് കാരണമെന്നും അതോടൊപ്പം തന്നെ പെരിയാറിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന മാലിന്യ കുഴലുകൾ അത് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ തന്നെ ഇതിലേക്ക് ഒഴുക്കി വിടുകയാണെന്നും എല്ലാം തന്നെ ഇവർ പറയുന്നു. അതിനുള്ള തെളിവുകൾ സഹിതം സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുമാണ് അവർ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഇത് സംബന്ധിച്ച പഠനം നടത്തുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളിലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷ ഇല്ല എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ മുൻകൂട്ടി തന്നെ പറയുന്നത്. കാരണം ഇതിനു മുൻപുള്ള അനുഭവങ്ങളും അത് തന്നെയാണെന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും പെരിയാറിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ്. കാരണം അല്ല എങ്കിൽ ഇതുപോലുള്ള മത്സ്യക്കുരുതികൾ മാത്രമല്ല, ഇത് പരിസ്ഥിതിക്കും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മുന്നോട്ടുള്ള പോക്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. എലൂരിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ 7-അംഗ സമിതിയെ നിയോഗിച്ച കുഫോസ്. ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും, പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും, കർഷകരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന സാഹചര്യത്തിലാണോ ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം? തീർച്ചയായും രേണുക, ഇന്ന് നടന്ന പ്രതിഷേധം അത് വലിയ രീതിയിൽ തന്നെയായിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിലേക്ക് ഈ ചത്ത മത്സ്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള കർഷകരുടെ ഒരു പ്രതിഷേധം നമ്മൾ സാക്ഷിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ തുടരുമെന്ന് പറയുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി കുഫോസ് രംഗത്തെത്തിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്താനാണ് 7-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കുഫോസ് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം കളക്ടറും എത്രയും വേഗം 2 ആഴ്ചയ്ക്കുള്ളിൽ 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം കളക്ടറും മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുക, ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കുഫോസ് തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ കണ്ട പ്രതിഷേധം അത് വലിയ രീതിയിൽ തന്നെയായിരുന്നു. കാരണം അത്രയും ദയനീയമായ കാഴ്ചയായിരുന്നു പെരിയാറിന്റെ തീരത്തെത്തിയപ്പോൾ നമ്മൾ കണ്ടതും. ഈ മത്സ്യങ്ങളെല്ലാം ചത്തുപോകുന്നു, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു കൂട്ടക്കുരുതി എന്ന് തന്നെ പറയുന്ന ഒരു തരത്തിലായിരുന്നു ഈ പെരിയാറിന്റെ തീരത്തിൽ നമ്മൾ കാണുന്നത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ രാത്രി 8 മണിയോടുകൂടി
ഈ രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴിച്ചുവിടുക. ഇത് പിന്നീട് പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്നലെ രാവിലെ ഈ മത്സ്യ കർഷകരായിക്കോട്ടെ പെരിയാറിലായിക്കോട്ടെ മത്സ്യങ്ങൾ എല്ലാം ചത്തു പൊങ്ങുന്ന ഒരു ദയനീയ കാഴ്ചയായിരുന്നു നടന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം. എറണാകുളം DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമടക്കം ഇന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കുഫോസ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം സംഭവത്തിൽ സർക്കാർ റിപ്പോർട്ട് തേടിയതായി മന്ത്രി P. രാജീവ് പറഞ്ഞു. രാസമാലിന്യം കലർന്നു എന്ന് പരിശോധിക്കും. മത്സ്യകൃഷിക്കുണ്ടായ നഷ്ടം പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ തന്നെ ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെട്ടിരുന്നു. വളരെ ഗൗരവമായ ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് അടിയന്തരമായി തന്നെ ഒരു റിപ്പോർട്ട് കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കണമെന്നും പറഞ്ഞിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഒരു പരിമിതി കളക്ടറെ കൂടി വച്ചൊരു യോഗം നടത്താൻ ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം നിൽക്കുന്നത് കൊണ്ട് അത്തരം യോഗങ്ങൾ മഴക്കാലക്കെടുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കളക്ടറോട് യോഗം വിളിച്ചു കൂട്ടാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അടിയന്തരമായി പരിശോധിക്കാനായിട്ട്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇറിഗേഷൻ, ഹെൽത്ത്, ഇൻഡസ്ട്രീസ് ഇവരെല്ലാവരും ചേരുന്ന ഒരു കമ്മിറ്റി അവർ ഇത് പരിശോധിച്ച് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ ഈ അവിടുത്തെ ഷട്ടർ തുറന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മുൻകരുതൽ എടുത്തിട്ടുണ്ടോ? സാധാരണ ഷട്ടർ തുറക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പ് അംശമുള്ള വെള്ളം ചേരുമ്പോൾ ഓക്സിജൻ്റെ കുറവാണെന്നാണ് പ്രാഥമികമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത്. അതല്ല മറ്റു തരത്തിലുള്ള രാസമാലിന്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിയന്തരമായി തന്നെ ഈ കമ്മിറ്റി പരിശോധിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തുടർ നടപടികൾ സ്വീകരിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കാര്യംകോട് പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലാഴി ഷട്ടർ ബ്രിഡ്ജ് ഏത് സമയത്തും തുറക്കുമെന്നാണ് ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ഒപ്പം ഈ കാര്യംകോടിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് വീരമലക്കുന്നിലാണ്, ചെറുവത്തൂറിനടുത്ത് വീരമലക്കുന്നിൽ. ഇവിടെ വലിയ തോതിലുള്ള അപകട ഭീഷണിയാണ് ഉള്ളത്. ഒരു കുന്ന്, ഈ വീരമലക്കുന്ന് ഇടിച്ച് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയതാണ് വലിയ പ്രതിസന്ധിക്ക് കാരണമാക്കിയത്. ഇപ്പോൾ ഇവിടെ വലിയ തോതിലുള്ള വെള്ളവും അതുപോലെ തന്നെ മണ്ണും റോഡിലേക്ക്, ദേശീയപാതയിലേക്ക് ഒലിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ ഇതുവഴി ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ വലിയ വെള്ളക്കെട്ടായിരുന്നു ഈ ഭാഗത്ത്, ഒപ്പം ചെളിയും. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും കുന്നിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നു. ഈ വീരമലക്കുന്ന് വലിയ തോതിൽ ചരിത്രത്തിൻ്റെ ഒരു ഇടമാണ്. ഇവിടെ ഡച്ച് കോട്ടയുടെ അവശേഷിപ്പ് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നിരവധി അപൂർവ സസ്യ ശേഖരങ്ങളുടെ ഒരു പ്രദേശം കൂടിയാണ്. മാത്രമല്ല ടൂറിസം പദ്ധതി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ട് തുടരുന്നു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. മെയ് 24 തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്ന് മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട വെണ്ണിക്കുളം മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബീഹാർ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കോമളം കടവ് പാലത്തിന് സമീപം ബീഹാർ സ്വദേശി നരേഷ് ഒഴുക്കിൽപ്പെട്ടത്. തിരുവനന്തപുരത്ത് ശക്തമായ മഴ പെയ്തു. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ദേശീയപാതയിലെ ചെറുവത്തൂർ വീരമലക്കുന്ന് ഇടിഞ്ഞ് ദേശീയപാതയിൽ ചെളി നിറഞ്ഞു. പൈവളികയിൽ ഇടിമിന്നലിൽ 3 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നു. ദേശീയപാതയിലെ ചെറുവത്തൂർ വീരമലക്കുന്നിടിഞ്ഞ് ദേശീയപാതയിൽ ചെളി നിറഞ്ഞു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഇടിമിന്നലിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലസ്ഥാന നഗരിയിൽ ആ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ
വലിയ വെള്ളക്കെട്ടുകളാണ് പല സ്ഥലത്തും രൂപപ്പെട്ടത്. എന്തായാലും കാര്യംകോടാണ് ഏറ്റവും കൂടുതൽ ഈ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുപുത്തൂരിനടുത്ത് വീരമല കുന്നിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ, ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ്. ഇന്നലെ രാത്രിയാണ് ഈ കുന്നിടിഞ്ഞ് ഇത്തരത്തിൽ വലിയ പാറക്കഷ്ണങ്ങൾ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാം, നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. KSRTC ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ഇത്തരത്തിൽ കടന്നു പോകുന്നത്. വലിയ അപകട ഭീഷണി തന്നെയാണ് ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുന്നാണ് ഈ വീരമല കുന്ന്. നിരവധി ടൂറിസം പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച ഒരു കുന്നാണ് ഇപ്പോൾ ഇടിഞ്ഞ് ഇല്ലാതാകുന്നത്. അതായത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഈ കുന്നിന്റെ മരണമണി മുടങ്ങാൻ പ്രധാന കാരണം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു ചെറിയ വെള്ളം കെട്ട്, ഒരു ചെറിയ കുളം പോലെ തന്നെ ഒരു സാഹചര്യം. ഇത് ദേശീയപാതയ്ക്ക് തൊട്ടരികിലാണ് ഈ ദൃശ്യം നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ദൃശ്യമുള്ളത്. ഈ കഴിഞ്ഞ കാലവർഷത്തിലും വലിയ തോതിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഒരു പ്രദേശമാണ്. അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഈ പ്രദേശം നിൽക്കുന്നത്. ഈ പുതിയ ദേശീയപാത ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ കുന്നിടിച്ച് വ്യാപകമായ മണ്ണെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഇന്നലെ ഇടിഞ്ഞു, ഇന്ന് രാവിലെ ഇപ്പൊ ഇടിഞ്ഞു, ഇപ്പൊ ഈ സമയത്ത് അടിഞ്ഞു. ഇപ്പൊ സമയത്തേ അപ്പൊ ഇത് എല്ലാം മോശമായിട്ട് വരുന്ന ഒരു അവസ്ഥ വന്നു. എന്നെ പഠിക്കാറില്ല, അതാണ് ഇത് കാണുന്നുണ്ട്. ഇപ്പൊ എന്റെ അവസ്ഥ കാണുന്നുണ്ടല്ലോ. ഇവർ മാന്തിയിട്ട് കൊളാക്കി വെച്ചല്ലേ, പണിയെടുക്കുമ്പോൾ അതിന്റെ രീതി തന്നെ പണിയെടുക്കാം. അത് പണിയെടുക്കുമ്പോൾ അത് കട്ടിങ് എന്ന് വെച്ചാൽ അത് കട്ടിങ് ക്ലിയർ ഇല്ല. ഒന്ന് അത് അങ്ങോളില്ല. അത് ആ സമയത്ത് എടുക്കേണ്ട സ്ഥലമൊന്നുമില്ല, എല്ലാം എടുത്ത് എല്ലാം കമ്പനി മാന്തിരി ഇവർ കൊണ്ടുപോയി. ഇപ്പോൾ വലിയ അവസ്ഥ ഇതിപ്പോൾ എന്നെ ഇപ്പോൾ എല്ലാം അറിയല്. എന്നെ അടുത്ത മഴയൊക്കെ നല്ല സംഭവം അറിയല്. ഇതുപോലെ കുറച്ച് മഴയെ വന്നിട്ടില്ലോ. എൻ്റെ കാലാവസ്ഥ വരുമ്പോൾ എല്ലാം മാറ്റം വരും. മാറ്റം വരുന്ന നടക്കാനൊക്കെ കഴിയില്ല. ഇന്നലെ ഫുള്ള് റോട്ടിൽ വെള്ളമാണ്. എന്തായാലും വലിയ അപകട ഭീഷണി ഇപ്പോഴുണ്ട്. ചെറുവാഹനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടി മാത്രമേ ഇത്തരത്തിൽ കാലവർഷം മഴ വന്നു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളൂ. എന്നാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊരു കാര്യം, ഈ പൈവിളികയിൽ ഇടിമിന്നലേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. വീടിന് മുകളിലാണ് ഇടി വീണത്. അത് വീട്ടിനകത്തുണ്ടായിരുന്ന അമ്മയും 2 മക്കൾക്കുമാണ് പരിക്കേറ്റത്. കാര്യംകോട് പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തീരപ്രദേശത്തും അതുപോലെ തന്നെ മലയോര മേഖലകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണം. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. തലസ്ഥാന നഗരിയിൽ മഴ തുടരുമ്പോൾ ജനജീവിതവും ദുസ്സഹമായി നിലനിൽക്കുകയാണ്. അട്ടക്കുളങ്ങരയിലെ വെള്ളക്കെട്ടിന് ഇതുവരെ ശാശ്വത പരിഹാരമായിട്ടില്ല. കച്ചവട സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാണ്. എത്ര ദിവസം 2 മാസം കൂടി നടക്കാനാണ്. മഴ വന്നപ്പോ ബുദ്ധിമുട്ടായോ? പിന്നെ എന്ത് ചെയ്യാ, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മഴയത് ബുദ്ധിമുട്ടില്ല. ഒരുപാട് ദിവസമായിട്ടോ പണി? ഒരുപാട് ദിവസമായി. ഒരു മാസം കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. കടകളിലൊക്കെ കയറാൻ പാടാണ്. എന്തുകൊണ്ട് വരുന്ന ആളുകൾ കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിലാണ് കുറവുണ്ടായിട്ടോ? അങ്ങനെ ബുദ്ധിമുട്ടാണ്. കച്ചവടം കുറവല്ലേ, മഴ ഇതെല്ലാം രാവിലെ കച്ചവടങ്ങളൊക്കെ കുറവാണ്. ആ പിന്നെ അത് എങ്ങനെയായാലും വരില്ലേ. ഇപ്പൊ മഴ ഇത്ര നേരം ഉണ്ടായിരുന്നല്ലോ, മഴ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഈ പണി നീണ്ടു പോകുന്നുണ്ടോ ഇവിടെ? എങ്ങനെയാട്ടോ ഈ മഴയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ? പാലം പോട്ട് എടുത്ത് ഇതിലാണ് ആണ് വരണതും പോണതും. ആഹാരത്തിനെ കഷ്ടത്തിലിരിക്കുകയാണ്. ആഹാരം പൈസ കാണാം, കൊടുത്ത് വായിക്കണ്ടേ. വയസ്സായ ആളുകൾക്ക് ഇങ്ങനെ നടന്നു പോകാനൊക്കെ പ്രയാസമല്ലേ? പ്രയാസം പിന്നെ ഒരാൾ പിടിച്ചാലേ അങ്ങോട്ട് പോകാനുള്ളൂ. ഇല്ലെങ്കിൽ ആളവിടെ നിന്ന് ആ വെള്ളത്തിലായി പോകും. നമ്മൾ അട്ടക്കുളങ്ങര റോഡാണ്, കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയിൽ കണ്ട സമാനമായ കാഴ്ച തന്നെയാണ്. ഇന്നും രാവിലെ വലിയ മഴയുണ്ടായിരുന്നു. ഈ മഴയുടെ ഒരു ദുരിതക്കാഴ്ച തന്നെയാണ്. ആളുകൾ ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുന്നതിനും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ സാഹചര്യം പരിശോധിച്ചാൽ അവരുടെ കച്ചവടത്തെയൊക്കെയും ബാധിക്കുന്ന നിലയിൽ തന്നെയാണ് സാഹചര്യം. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നീണ്ടുപോകുന്നു, അത് സമയബന്ധിതമായി പൂർത്തിയാകുന്നില്ല എന്നൊരു പരാതി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഈ വകുപ്പുകളുടെ ഏകോപനം അത് സംബന്ധിച്ചൊക്കെ വലിയ വിമർശനമുണ്ട്. ഏതായിരുന്നാലും മഴക്കാലം
വീണ്ടും കാലവർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു ഇടവേള പോലുമില്ലാതെ ഒരുപക്ഷെ വേനൽ മഴയിൽ നിന്ന് കാലവർഷം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാകും. തിരുവനന്തപുരം നഗരത്തിലെ പലയിടങ്ങളിലും ഇതാണ് കാഴ്ച. ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡൊക്കെയും അവിടെ സ്കൂളുകളും കോടതിയും ഒക്കെയും ഉള്ളതാണ്. വലിയ തിരക്കുള്ള പ്രദേശമാണ്. ആ നിലയ്ക്ക് പല സ്ഥലങ്ങൾ തൈക്കാട് ആശുപത്രിയുടെ മുന്നിലെ റോഡ് അവിടെയും ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വലിയ വെള്ളക്കെട്ടാണ് നമ്മൾ ഈ കാണുന്നത്. പല കടകളും അടച്ചു പോകുന്ന സാഹചര്യമുണ്ട്. ഈ പ്രവൃത്തികൾ അനന്തമായി നീളുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് കടകളിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം. മഴ കൂടി ആയതോടുകൂടി വലിയ പ്രതിസന്ധിയായിരിക്കുന്നു. പലരും ഈ താൽക്കാലിക പാലം പോലെ പലതും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെയും തകർന്നുപോയ അവസ്ഥയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പാലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് വെള്ളത്തിൽ തകർന്നു കിടക്കുകയാണ്. ഇതൊക്കെ കച്ചവടത്തെ വലിയ തോതിൽ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അനന്തമായി ഈ പ്രവൃത്തികൾ നീണ്ടുപോകുന്നത് അതിനെതിരെയാണ് വലിയ വിമർശനം ഉയർന്നു വരുന്നത്. ഹരിവിതിരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കനത്ത മഴയിൽ പുഴയിൽ വീണ് കാസർഗോഡ് വയോധിക മരിച്ചു. അച്ചാം സ്വദേശിനി PP വെള്ളച്ചെ ആണ് മീൻകടവ് പുഴയിൽ വീണ് മരിച്ചത്. മറ്റൊരു സംഭവത്തിൽ മടിക്കയിൽ ഇടിമിന്നലേറ്റ് മധ്യവയസ്കൻ മരിച്ചു. ബംഗളം സ്വദേശി ബാലനാണ് മരിച്ചത്. വീടിനടുത്തുള്ള പറമ്പിൽ വെച്ചാണ് ബാലന് ഇടിമിന്നലേറ്റത്. ശക്തമായ വേനൽ മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ 11 കോടിയുടെ കൃഷിനാശം. ഏപ്രിൽ 30 മുതൽ മെയ് 21 വരെയുള്ള കണക്കാണിത്. ആര്യൻകോട് ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ നാശം. 1789 കർഷകർക്കാണ് ശക്തമായ മഴ പ്രതിസന്ധി സൃഷ്ടിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മഴയിൽ ജില്ലയിൽ 6 വീടുകൾക്ക് ഭാഗികമായി കേടുപാട് സംഭവിച്ചു. സംസ്ഥാനത്ത് ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. പുലിയുടെ ആന്തരിക അവയവത്തിനേറ്റ മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. 4 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലിയെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കുകയായിരുന്നു. പുലിയുടെ മൃതദേഹം മണ്ണുത്തിയിലേക്ക് മാറ്റും. വെറ്റിനറി സർവകലാശാലയിൽ വെച്ച് നാളെ പുലിയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. ഒരിടവേള കൂടി. പദ്ധതി പ്രഖ്യാപിച്ച ഒരു വീരമലക്കുന്നാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇതിന്റെ 3/4 ഭാഗവും ഈ വീരമലക്കുന്നിന്റെ ഇടിച്ച് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ച് ആണ് ഈ റോഡിന്റെ നിർമ്മാണം നടന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം കൂറ്റൻ കെട്ടുകൾ ഇത്തരത്തിൽ താഴെ വീഴുന്ന ഒരവസ്ഥ. അതുപോലെ ഇടിഞ്ഞു നിൽക്കുന്ന കുന്നുകൾ. ഇത് ദേശീയപാത കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയ്ക്ക് തൊട്ടരികിലാണ് ഈ വീരമല കുന്ന് ഉള്ളത്. എന്തായാലും ഇവിടെ വലിയ തോതിലുള്ള ഒരു അപകട ഭീഷണി തന്നെ ഉണ്ടെന്ന് പറയാം. ഏതായാലും ഇതിൽ കഴിഞ്ഞ കാലവർഷത്തിൽ വലിയ തോതിൽ ഒരു ഇത്തരത്തിൽ ഗതാഗത തടസ്സം പോലും ഉണ്ടായ ഒരു പ്രദേശമാണ് ഇവിടെയാണ് ഇപ്പോഴും അതേ അവസ്ഥയിൽ ഒരു ചെറിയ മഴ വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നിരുന്നു. ഇതിനെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാണോ, അതുമാത്രമല്ല ഇത്തരത്തിൽ കുന്നിടിയുന്ന ഈ പ്രശ്നം പരിഹരിക്കണം എന്നും. പക്ഷേ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. വലിയൊരു മഴ വന്നാൽ ഇതുവഴി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും പൈവിളികയിൽ ഇന്നലെ ഇടിമിന്നലേറ്റ് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ഒരു വീടിൻ്റെ മുകളിലാണ് ഇത്തരത്തിൽ ഇടിമിന്നലേറ്റത്. അതിൽ വീട്ടിനകത്തുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത്. മാത്രമല്ല ഇവിടെ 2 വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും തീരദേശത്തുള്ളവരും മലയോര മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലാകും. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. എന്തായാലും കാര്യംകോട് പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലായി ഷട്ടർക്കം ബ്രിഡ്ജ് ഏത് സമയത്തും തുറക്കുമെന്നാണ് ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ഒപ്പം ഈ കാര്യംകോടിന്റെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന്
വാർത്തകൾ തുടരുന്നു. ലോക്സഭയിലേക്ക് ഇനി 2 ഘട്ട വോട്ടെടുപ്പുകളാണ് അവശേഷിക്കുന്നത്. ശേഷം ജൂൺ 4-ന് രാജ്യം പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഇത്. ഓരോ പൌരന്റെയും സമ്മതിദാന അവകാശം നിർവഹിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ സംവിധാനങ്ങളാണ് ഒരുക്കിയത്. ഇതെന്തെല്ലാമാണെന്ന് വിശദീകരിക്കുന്ന ഡോക്യുമെന്ററി ഇൻഡ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഇലക്ഷൻ ഇന്ന് വൈകിട്ട് 7-ന് ഹിസ്റ്ററി TV 18-ൽ കാണാം. India's general elections, the biggest democratic exercise on the planet, an event of epic scale and complexity, enabling citizens to choose the next national government that will lead the world's largest democracy for another term. This is one of the largest peacetime activity of movement of man and material anywhere in the world. Indian elections, that's the miracle. Over 1 million polling stations and elections managed by 15 million persons. They are the real heroes who conduct the elections, unsung heroes. And who is the bigger hero? The voters. Celebrating it, enjoying it like a festival of democracy. This is one of the biggest binding force in the making of the country. Across the 7th largest and arguably the most diverse country in the world, Indian voters, old and young, the privileged and the marginalized, hold up their ink-stained fingers with pride. Proof that they have chosen to become active stakeholders in the future of India. Making it all possible is the Election Commission of India. This is as much their story as it is of India's democracy. The Great Indian Election premieres 22nd May, Wednesday, 7 p.m. on History TV 18. താരപ്രചാരകരെ നിയന്ത്രിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ബിജെപിക്കും കോൺഗ്രസിനുമാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. പരസ്യപ്രചാരണത്തിനിടെ താരപ്രചാരകർ നടത്തുന്ന വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള മത്സരം മാത്രമല്ല തെരഞ്ഞെടുപ്പ്. നല്ല മാതൃകകൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം കൂടിയാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. താരപ്രചാരകർക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകണമെന്ന് ബിജെപി അധ്യക്ഷൻ JP നദ്ദയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും അയച്ച നോട്ടീസിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടു. 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. 6 സംസ്ഥാനങ്ങളെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിലെ 7ഉം ഹരിയാനയിലെ 10 മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിൽ വിധിയെഴുതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി ദ്വാരകയിൽ റാലിയിൽ പങ്കെടുക്കും. ഹരിയാനയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം. മേനകാ ഗാന്ധി, കനയ്യകുമാർ, മനോഹർ ലാൽ ഖട്ടർ തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. സുപ്രഭാതം പത്രത്തിനെതിരായ വിമർശനത്തിൽ എഡിറ്റർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. സമസ്ത നേതൃത്വമാണ് നോട്ടീസ് നൽകിയത്. 48 മണിക്കൂറിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. സമസ്ത നേതാക്കൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരെയായിരുന്നു ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവന. മതനിഷേധികൾക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ച സമസ്തയ്ക്ക് അടുത്തിടെ മാറ്റങ്ങൾ വന്നു. സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് അതിന് തെളിവാണെന്ന് ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പങ്കെടുത്തതിനെ ചൂണ്ടിക്കാട്ടി ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിരുന്നു. സുപ്രഭാതത്തിന് മാർഗഭ്രംശം സംഭവിച്ചതുകൊണ്ടാണ് ഗൾഫ് എഡിഷൻ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്നും ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിരുന്നു. തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് മടക്കി ഗവർണർ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവന്റെ നടപടി. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. വെള്ളിയാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനായിരുന്നു സർക്കാർ ആലോചന. അങ്ങനെ ആ നീക്കവുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയാണ് ഇത്തരത്തിലൊരു നടപടി ഗവർണറുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഓർഡിനൻസ് ഗവർണർ പിടിച്ചുവച്ചതോടുകൂടി നിയമസഭാ സമ്മേളനം വിളിക്കുന്ന കാര്യത്തിലും സർക്കാരിന് അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ ഈ ഓർഡിനൻസ് ഉപേക്ഷിച്ച് നിയമസഭാ സമ്മേളനത്തിലേക്ക് കടക്കേണ്ടി വരും. അവിടെ ബില്ല് അവതരിപ്പിക്കാനാകും സർക്കാരിന് കഴിയുക. എന്നാൽ ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് ബില്ല് തയ്യാറാക്കി സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കുക എളുപ്പമല്ലെന്ന് സർക്കാർ കരുതുന്നു. 6 മാസം കൊണ്ട് ഈ ഓർഡിനൻസിന്റെ ബലത്തിൽ 6 മാസം കൊണ്ട് വാർഡ് വിഭജനം പൂർത്തിയാക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. അങ്ങനെ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പുതിയ വാർഡുകളും 1200
എന്നതിനപ്പുറത്തേക്ക് എല്ലാ വാർഡുകളിലും ഓരോ അംഗങ്ങൾ കൂടുന്ന പുതിയ കണക്കുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നായിരുന്നു സർക്കാരിൻ്റെ ധാരണ. പക്ഷേ ഇപ്പോൾ ഗവർണർ ഉടക്കിട്ടതോടുകൂടി എന്ത് ചെയ്യുമെന്ന ഒരു അനിശ്ചിതത്തിലേക്ക് സർക്കാർ മാറുകയാണ്. ഒറ്റ വഴിയുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ച് ഈ ഗവർണറുടെ വിലക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുമുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം സർവകലാശാല സെനറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത വിധിയിൽ നിന്ന് ഏറ്റ പാഠങ്ങൾ എല്ലാവരും പഠിക്കണം എന്ന ഒരു നിർദ്ദേശവുമായി മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിട്ടുണ്ട്. ഗവർണർ ആ പാഠങ്ങൾ ഉൾക്കൊള്ളണം, അനിയന്ത്രിതമായ അധികാരം അദ്ദേഹത്തിനില്ലെന്ന് ഓർക്കണമെന്ന വിമർശനം കൂടി പി രാജീവ് മുന്നോട്ട് വെച്ചു. ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു പൊതുധാരണ ഇന്നലത്തെ വിധിയോടുകൂടി വന്നിട്ടുണ്ടല്ലോ. അതിശക്തമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. അതൊന്ന് ഏകാധിപത്യപരമായ അധികാര വിനിയോഗം എന്നുള്ളത് ഭരണഘടനയുടെ 14-16 പരസ്യമായ ലംഘനമാണെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. അനിയന്ത്രിതമായൊരു അധികാരവും നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ചാൻസലർക്ക് നൽകുന്നില്ല എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ചാൻസലർ എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഗവർണർ എന്ന നിലയിൽ ഭരണഘടനാപരമായി എങ്ങനെ പ്രവർത്തിക്കണം എന്നത് ഒരു പാഠമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഗവർണർ സർക്കാർ പോരുണ്ടായിരുന്നുവെങ്കിലും അടുത്തിടെ അത്ര പ്രത്യക്ഷ ഏറ്റുമുട്ടലില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തോടു കൂടി പ്രത്യേകിച്ചും കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ ABVP അനുകൂലികളെ നാമനിർദ്ദേശിച്ച നടപടിയെ ഹൈക്കോടതി തടഞ്ഞതോടുകൂടി ഗവർണർക്ക് അത് വലിയ തിരിച്ചടിയാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ആ തിരിച്ചടി മറികടക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗവർണർ ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. സ്വാഭാവികമായും സർക്കാരിനെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെടാം. അപ്പോൾ ഈ തദ്ദേശ ഓർഡിനൻസിൻ്റെ കാര്യത്തിലാകും അനിശ്ചിതത്വമുണ്ടാകുക. അത് സർക്കാർ എങ്ങനെ മറികടക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ സർക്കാർ അത് എങ്ങനെ മറികടക്കുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയ വാർഡുകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതിനുവേണ്ടിയുള്ള നടപടികളും ശ്രമങ്ങളുമാണ് കൂടിയാലോചനകളുമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സർവകലാശാല ചാൻസലറുടെ അധികാര പരിധി വിവാദത്തിൽ ഗവർണറെ പിന്തുണച്ച് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. അധികാരം ഗവർണറുടെ കയ്യിൽ തന്നെയാണ്. എങ്ങനെ ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്ന് സർവകലാശാല നിയമങ്ങളിലില്ല. ഗവർണർക്ക് അധികാരമില്ല എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. ഗവർണർക്ക് രാഷ്ട്രീയമുണ്ടാകാൻ പാടില്ലെന്നും കേരള VC പറഞ്ഞു. അതിനകത്ത് ഈ അധികാരമില്ല എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇഫ് യു സീ ദ പാരഗ്രാഫ് 11 അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് ഗവർണറുടെ അധികാരം തന്നെയാണെന്ന്. മാത്രമല്ല 2-3 കുട്ടികൾ കോടതിയിൽ പരാതി കൊടുത്തു. ആൻഡ് ദേ സെഡ് ദാറ്റ് ദേ ഹാവ് ഗോട്ട് എ ഹയർ ക്വാളിഫിക്കേഷൻ. അപ്പോൾ വേറെ കുട്ടികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഹയർ ക്വാളിഫിക്കേഷൻ ഹയർ എലിജിബിലിറ്റി ഉള്ള ആളുകളെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഗവർണർ തന്നെ പുതിയ ആളുകളെ നിയമിക്കണം, ഇൻക്ലൂഡിംഗ് ദീസ് സ്റ്റുഡൻസ് ഓർ എനി അതർ സ്റ്റുഡൻസ്. അപ്പൊ അധികാരം ഗവർണറുടെ തന്നെയാണ്. അപ്പോൾ ഈ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണറുടെ തന്നെയാണ്. അതിന് മാത്രമല്ല, അതിനകത്തൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്നുള്ള നോംസ് അൺഫോർച്ചുനേറ്റ്ലി ആക്ടിലൊന്നും ഇല്ല. സർവകലാശാല അക്കാദമിക് നിലവാരമുള്ള കുട്ടികളെന്ന് പറഞ്ഞിട്ട് ആരുടെയും പേര് കൊടുത്തിട്ടില്ല. യു ക്യാൻ ടേക്ക് മൈ വേർഡ്. കാരണം സർവകലാശാലയിൽ നിന്നുള്ള സെക്ഷനുകളിൽ നിന്ന് ക്ലാർക്കുമാര് ഇങ്ങനെ പലരുടെയും നിന്നും വില്ലിങ്നെസ് വാങ്ങിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് വന്നു. ഒന്ന്, ഇങ്ങനെ വില്ലിങ്നെസ് വാങ്ങിക്കാൻ നിയമമില്ല. 2, എന്തടിസ്ഥാനത്തിലാണ് ചിലരെ വില്ലിംഗ് ആണെന്നും ചിലർ വില്ലിംഗ് അല്ലാന്നാക്കിയതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് ഗവർണർക്ക് കൊടുത്തിട്ടില്ല. ഗവർണറോട് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അത് തെറ്റുപറ്റലാണോ അല്ലയോ ഒന്ന് നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. കൊച്ചിയിൽ മോഡൽ ലഹരിമരുന്നുമായി പിടിയിലായ കേസിൽ അന്വേഷണം മോഡലിംഗ് കമ്പനികളിലേക്കും. പിടിയിലായ മോഡൽ അൽക്കാബോണി മോഡലിംഗ് കമ്പനികൾക്കായി ലഹരിമരുന്ന് എത്തിച്ചിരുന്ന ഏജന്റ് എന്നാണ് വിവരം. ഫാഷൻ ഷോകൾക്ക് മുൻപായി മോഡലുകൾക്ക് ലഹരിമരുന്ന് നൽകിയിരുന്നതായും സൂചനയുണ്ട്. മോഡലിംഗ് കമ്പനികളുടെ മാനേജർമാരെയും പോലീസ് ചോദ്യം ചെയ്യും. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. മോഡലിംഗിന്റെ മറവിൽ അൽക്കാബോണി ലഹരിക്കച്ചവടം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. തന്റെ വനിതാ സുഹൃത്തുക്കളെ ലഹരിക്കച്ചവടത്തിന് ഉപയോഗിച്ചു. ഇത് വലിയ ലാഭമാണ് ഉണ്ടാക്കിയത്. അതുതന്നെയാണ് ഈ മേഖലയിലേക്ക് കടക്കുവാനും കാരണം. ഇവർ ബോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രതിദിനം 45,000 രൂപയാണ് ലഭിക്കുന്നത്. പോലീസ് അന്വേഷണം മോഡലിംഗ് കമ്പനികളെ കേന്ദ്രീകരിച്ചും നീങ്ങുകയാണ്.
ഫാഷൻ ഷോകൾക്ക് മുൻപായി മോഡലുകൾക്ക് അൽക്ക ലഹരി മരുന്ന് നൽകുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട്. 3 മോഡലിംഗ് കമ്പനികളുടെ മാനേജർമാരെ ഉടൻ ഇളമക്കര പോലീസ് ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് അൽക്ക ബോണി അടക്കം 6 പേരെ പോലീസ് പിടികൂടിയത്. മാസങ്ങളായി ലോഡ്ജ് കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു സംഘം. കഴിഞ്ഞ 2 വർഷമായി മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വരാപ്പുഴ സ്വദേശിനിയാണ് അൽക്ക. മോഡലിംഗിനായി ബംഗളൂരുവിലെത്തി അവിടെ നിന്ന് മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതാണ് രീതി. കൊക്കെയിൻ, മെറ്റാഫിത്തമിൻ, കഞ്ചാവ് അടക്കമുള്ളവയാണ് വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഈ അറസ്റ്റിലായ മറ്റ് 5 പേർക്കും മുൻപും ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസുള്ളതായും പോലീസ് വ്യക്തമാക്കി. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് കേസിൽ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിങ്കളാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഉപഹർജിയിൽ ചീഫ് സെക്രട്ടറിയും DGPയും റിപ്പോർട്ട് നൽകണം. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന സർക്കാർ ആവശ്യത്തിലാണ് നടപടി. കേസിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഇത് സർക്കുലറായി കീഴ്ക്കോടതികൾക്ക് നൽകണമെന്നുമാണ് ആവശ്യം. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന് കോഴിക്കോട് കുന്നമംഗലത്ത് ഇടപാടുകാരന് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഗുണ്ടാമർദ്ദനം. കഴിഞ്ഞ ഞായറാഴ്ച ഗുണ്ടകൾ വീട്ടിലെത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനമേറ്റ ശബരീഷ് ന്യൂസ് 18നോട് പറഞ്ഞു. വർഷങ്ങളായി കൃത്യമായി അടച്ചിരുന്ന ലോൺ 1 മാസത്തെ തവണ മുടക്കിയതിനാണ് വീട് കയറി മർദ്ദിച്ചതെന്ന് ഇയാൾ ആരോപിക്കുന്നു. കുന്നമംഗലം പോലീസ് കേസെടുത്തു. 3,60,000 ഒരു ചെക്ക് പോലും ഇത്രയും കാലം 8-9 വർഷമായിട്ട് ബൗൺസ് ആവാറില്ല. കറക്റ്റ് ബാങ്കിൽ ക്യാഷ് ഉണ്ടാവാറുണ്ട്, അവർ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് പോവാറുണ്ട്. ഈ കഴിഞ്ഞ മാസം ഇവർ 2-ാം തീയതി ICICI ബാങ്കിൽ ചെക്ക് ഇഷ്യൂ ചെയ്തപ്പം അതിലൊരു 3000 ചില്ലാന ഉറുപ്പ്യൻ്റെ കുറവുണ്ടായിരുന്നു. ഇവരടവ് 12,000 ചില്ലാന രൂപയാണ് ഇവർ അടവുള്ളത്. അപ്പോൾ അത് 3000 ചില്ലാനം ഇല്ലാത്തത് കൊണ്ട് ചെക്ക് ബൗൺസായി. ഒരൊറ്റ അടവ്, ആകെ ഒരൊറ്റ അടവാണ്. ആ ബൗൺസായി അവരെന്നെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു 6-ാം തീയതി നിങ്ങൾ അതൊന്ന് എടുത്തോളൂ, ഞാൻ ഇടാന്ന് പറഞ്ഞു. ഞാൻ മെയ് 5-ാം തീയതി ഞാൻ അതിലേക്ക് 20,000 രൂപ ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. എൻ്റെ വേറെ അക്കൗണ്ടിൽ നിന്ന് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അപ്പോൾ അവർ ചെക്ക് പിന്നെ ഇട്ടില്ല. അവരെന്നെ വിളിച്ചു പറഞ്ഞു കൈ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 22-ാം തീയതി കയ്യിൽ തരാം, ഞാൻ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്നും പറഞ്ഞു. ഞാൻ ഞായറാഴ്ച വീട്ടിലെത്തി. ഞായറാഴ്ച രാവിലെ ഒരു മിഥുൻ എന്ന് ഞാൻ അന്വേഷിച്ചിടത്തോളം മിഥുൻ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് മാനേജറാണെന്നാണ് പറയുന്നത്. ഇവരത് ഞാൻ ഇതിന് മുന്നേ തന്നെ പല കാര്യങ്ങളിലും പൊതുപ്രവർത്തനമായതുകൊണ്ട് ഞാൻ ഇടപെടുന്ന സമയത്തൊക്കെ ഈ മിഥുനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. മിഥുൻ വിളിച്ചു ഞെട്ടിച്ചു. സ്ത്രീകളൊക്കെ ഒറ്റയ്ക്കുള്ള വീടുകളിലേക്ക് അടുക്കളയിലേക്ക് പോവാണ് സ്റ്റാഫുകൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ഇവർ എന്നോട് പൈസ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു പൈസ തരാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, നാളെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നിങ്ങൾ വന്നോളൂ, ഞാൻ പൈസ അടയ്ക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നത് ഇവർ എന്നോട് തട്ടിക്കയറി എൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കിടന്നു, എന്നെ മർദ്ദിച്ചു. എന്നെ മർദ്ദിച്ച് എൻ്റെ കഴുത്തിലുള്ള ഏകദേശം 3.25-4 പവനോളം വരുന്ന ചെയിൻ ഇവർ പിടിച്ചു വലിച്ച് പൊട്ടിച്ച് ഇവർ കൊണ്ടുപോയി. മിഥുനോട് ഞാൻ അവിടുന്ന് സംസാരിച്ചപ്പോൾ മിഥുൻ എന്നോട് പറഞ്ഞത് അതൊന്നും നടക്കൂല, ഇപ്പം തന്നെ ക്യാഷ് കൊടുക്കണം എന്നാണ് മിഥുൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊതുപ്രവർത്തകനായ എൻ്റെ വീട്ടിൽ വന്നിട്ട് അതിക്രമിച്ച് എന്നെ മർദ്ദിച്ച് അവശനാക്കിയിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് അത് കടുത്ത പ്രതിഷേധമുണ്ട്. അവയവക്കടത്ത് കേസിലെ പ്രതി സാബിത് നാസറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്. അങ്കമാലി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. നവമി ദിനേശിന്റെ റിപ്പോർട്ട് കാണാം. സാബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ഇനി പോലീസ് കടക്കുക. കേരളത്തിൽ നിന്നും സാബിത്ത് മാത്രമാണോ, അത് മറ്റാരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, മറ്റാരെങ്കിലും കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും എറണാകുളം റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം ഇതിനോടകം തന്നെ അന്വേഷണം ഊർജിതമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാബിത്തിന്റെ മൊഴി അനുസരിച്ച് 20 പേരിൽ ഒരാൾ മാത്രമാണ് കേരളത്തിൽ നിന്നുള്ളത്. അത് പാലക്കാട് സ്വദേശിയായ ഷമീർ ആണ്. ഷമീറിന്റെ കുടുംബം ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഷമീർ ഈ അവയവം ദാനം ചെയ്തിട്ടുണ്ടെന്ന് കുടുംബം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം
ശേഷം കുടുംബവുമായി പിണങ്ങി ഷമീർ നാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുകൂടി കുടുംബങ്ങൾ പറയുന്നുണ്ട്. അത് തന്നെയാണ് പോലീസിന് സംശയം ഉദിക്കുന്നത്. ഈ അവയവം ദാനം ചെയ്തതിന് ശേഷം അവയവം ദാനം ചെയ്തതിന് ശേഷം ഷമീർ നാട്ടിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പിന്നെ എവിടെയാണ്? ഷമീറിന്റെ സാബിത്തിന്റെ മൊഴി പ്രകാരം ഷമീർ അവയവദാനം നടത്തിയ ശേഷം കേരളത്തിലേക്ക് തിരിച്ചെത്തി എന്നാണ്. പക്ഷേ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതോടൊപ്പം ബാക്കി 19 പേർ, ഇതര സംസ്ഥാനക്കാരായ ബാക്കി 19 പേരും ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി തന്നെയാണ് 10 അംഗ സംഘത്തെ വിപുലമായി തന്നെ രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. 2019 സാബിത്ത് തന്റെ അവയവം ദാനം ചെയ്യുന്നതിനു വേണ്ടി ഇറാനിലേക്ക് എത്തുന്നത്. ആദ്യം ശ്രീലങ്കയിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴാണ് ഇതിനുമായി ബന്ധപ്പെട്ട വിവിധ സാധ്യതകൾ സാബിത്തിന് മനസ്സിലാകുന്നത്. തുടർന്ന് ഈ അവയവം ദാനം നൽകുക എന്നുള്ളൊരു ഉദ്യമത്തിൽ നിന്നും പിന്മാറുകയും പിന്നീട് ഇതിന്റെ ഒരു അംഗമായി കൂടുതൽ ആളുകളെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യമത്തിലേക്ക് സാബിത്ത് കടക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് 20 പേരെ ഇന്ത്യയിൽ നിന്നും 20 പേരെ ഇറാനിലേക്ക് എത്തിച്ച് ഇറാനിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് അവയവ ദാനം നൽകിയത്. ഈ നിർധനരായ ആളുകളിൽ നിന്നും ഏകദേശം 6 ലക്ഷത്തിൽ താഴെ മാത്രമാണ് അവർക്ക് നൽകിയിരുന്നത്. ഈ ലഭിക്കുന്നതിൽ 60 ലക്ഷം രൂപയാണ് ഈ സംഘം തട്ടിയെടുക്കുന്നത്. സാബിത്തിനും ഇതിൽ നല്ലൊരു പങ്ക് ലഭിക്കുകയും ചെയ്തു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള വിപുലമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സാബിത്തിനെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ എൽദോസ് കുന്നപ്പിള്ളിൽ MLA-ക്കെതിരെ കുറ്റപത്രം. ബലാത്സംഗം, വധശ്രമം അടക്കം കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. യുവതിയെ MLA ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എൽദോസിനെ കൂടാതെ 2 സുഹൃത്തുക്കളും പ്രതിയാണ്. എൽദോസ് കുന്നിപ്പള്ളിൽ MLA-ക്കെതിരെ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ബലാത്സംഗം, വധശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ MLA-ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 5 വർഷമായി പരിചയമുണ്ടായിരുന്ന യുവതിയെ 2022 ജൂലൈ മാസം 4-ാം തീയതി ബലാത്സംഗം ചെയ്തുവെന്നാണ് എടുത്തു പറയുന്നത്. 1-ലേറെ തവണ ബലാത്സംഗം നടന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. തൃക്കാക്കരയിലെയും അതോടൊപ്പം കുന്നത്തുനാടിലെയും വീടുകളിൽ വെച്ചും യുവതിക്ക് നേരെ ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയെ കൂടാതെ മറ്റ് 2 സുഹൃത്തുക്കളെ കുറിച്ചും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരും കേസിലെ പ്രതികളാണ്. എന്തായാലും കോവളത്ത് വെച്ചാണ് ഈ യുവതിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് കുറ്റപത്രത്തിലെ പരാമർശം. സ്വാഭാവികമായി MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ബലാത്സംഗ ആരോപണം വന്നതിന് പിന്നാലെ അത് വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദമാവുകയും MLA പോലീസിന് മുമ്പിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാതെ ഒളിവിൽ പോകുകയൊക്കെ ചെയ്തത് വലിയ തരത്തിൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയും പ്രതിരോധത്തിലാക്കിയിരുന്നു. സ്വാഭാവികമായി പോലീസ് ഇത്തരമൊരു കുറ്റപത്രം സമർപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്ന പശ്ചാത്തലം ഉണ്ടായതോടെ എൽദോസ് കുന്നപ്പള്ളി MLA-യുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായ പ്രതികരണവുമായി ഇതുവരെ രംഗത്തെത്തിയിട്ടുമില്ല. BJP-യിൽ പോകുന്നു എന്ന പ്രചാരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന LDF കൺവീനർ EP ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ്. കേസെടുക്കുന്നതിന് വേണ്ട മൊഴികളോ സാഹചര്യ തെളിവുകളോ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് K. സുധാകരൻ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, TG നന്ദകുമാർ എന്നിവർക്കെതിരെയായിരുന്നു പരാതി. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച സംസ്ഥാന പോലീസ് മേധാവിക്കാണ് EP ജയരാജൻ പരാതി നൽകിയത്. തുടർന്ന് പരാതി കഴക്കൂട്ടം ACP-ക്ക് കൈമാറി. ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് കേസെടുക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ACP തയ്യാറാക്കിയത്. രാഷ്ട്രീയ ഗൂഢാലോചനയായതിനാൽ കേസെടുക്കാൻ പരിമിതിയുണ്ട്. കോടതി നിർദ്ദേശമുണ്ടെങ്കിൽ കേസെടുക്കാമെന്നും പോലീസ് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ACP ഉടൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറും. എന്നാൽ തന്നെ പോലീസ് ഒന്നും അറിയിച്ചിട്ടില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും EP ജയരാജൻ പറഞ്ഞു. ജയരാജൻ BJP-യിൽ ചേരാൻ ചർച്ച നടത്തിയെന്നായിരുന്നു K. സുധാകരൻ, ശോഭാ സുരേന്ദ്രൻ, TG നന്ദകുമാർ എന്നിവരുടെ ആരോപണം. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇതുവഴി തനിക്ക് മാനഹാനി ഉണ്ടായെന്നുമാണ് ജയരാജന്റെ പരാതിയിൽ ആരോപിക്കുന്നത്. ജയരാജന്റെയും മകന്റെയും മൊഴിയെടുത്ത പോലീസ് ആരോപണ വിധേയരുടെ മൊഴിയെടുക്കേണ്ടെന്ന നിലപാടിലാണ്. ആക്കുളത്തെ ഫ്ളാറ്റിൽ നിന്നുള്ള
CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ പാർട്ടി പത്രം വാങ്ങാത്തതിന് കുടുംബശ്രീ സംരംഭകരെ ഇറക്കിവിട്ടെന്ന് പരാതി. മലയാലപ്പുഴയിലെ DTPC കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരെയാണ് ഒഴിവാക്കിയത്. ജീവനക്കാരായ 6 വനിതകളും ദേശാഭിമാനി വരിക്കാരാകണമെന്ന് പ്രാദേശിക CPM നേതൃത്വം ആവശ്യപ്പെട്ടെന്ന് സംരംഭകർ പറയുന്നു. ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് കുടുംബശ്രീ പ്രവർത്തകരെ ഒഴിവാക്കിയത്. രാഷ്ട്രീയം കാണുമല്ലോ, അപ്പൊ അവരോട് എനിക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ പത്രം എടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. അതുകൂടാതെ നമ്മുടെ സ്ഥാപനത്തിന് പത്രം എടുക്കാൻ 5 പത്രം കൂടി എടുക്കാനുള്ള ഒരു വരുമാനം ഇല്ലായിരുന്നു, അധിക ചെലവ്. അത്രയും പറഞ്ഞു. അപ്പൊ ആ കേട്ട ആള് പറഞ്ഞു എന്നാ കൊട്ടേഷന് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. ആ ആളുടെ അടുത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞായിരുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇതേ ഉള്ളൂ. പിന്നെ നടന്നത് ഇപ്പൊ കൊട്ടേഷൻ വെച്ച ആള് ഈ പറയുന്ന ആളിന്റെ വാർഡിൽ താമസിക്കുന്ന അവരോട് നിർബന്ധമായിട്ടും പറഞ്ഞു നിങ്ങൾ കൊട്ടേഷൻ വെക്കും, നിങ്ങളും വെക്കുമെന്ന് പറഞ്ഞിരുന്ന് അവര് കൊട്ടേഷൻ വെച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ 3 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. കേസിലെ 3 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞയാഴ്ച കണ്ടെത്തിയിരുന്നു. കോവളം സ്വദേശി റഫീഖ ബീവി, മകൻ ഷെഫീഖ്, കൂടെ താമസിച്ചിരുന്ന പാലക്കാട് സ്വദേശി അല്ലമീൻ എന്നിവർക്കാണ് വധശിക്ഷ. കേസിൽ 34 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. കേസിലെ 3 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞയാഴ്ച കണ്ടെത്തിയിരുന്നു. ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കവർച്ച എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. 2022 ജനുവരി 14 മുല്ലൂർ സ്വദേശി ശാന്തകുമാരി കൊല്ലപ്പെടുന്നത്. സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം 71-കാരിയായ ശാന്തകുമാരിയെ കൊന്ന് വീടിന്റെ മച്ചിൽ ഒളിപ്പിച്ച് കടന്നുകളഞ്ഞെന്നാണ് കേസ്. തുണി കൊണ്ടുള്ള കുരുക്കിട്ട് കഴുത്ത് ഞെരിച്ച ശേഷം ഇരുമ്പ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. അന്ന് രാത്രി തന്നെ പോലീസ് പ്രതികളെ പിടികൂടിയിരുന്നു. മൃതദേഹം മച്ചിൽ ഒളിപ്പിച്ച ശേഷം പ്രതികൾ സ്ഥലം വിട്ടു. രാത്രിയിൽ വീട്ടുടമസ്ഥരാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതിനുശേഷമാണ് 2020 14-കാരിയെ കൊലപ്പെടുത്തിയതും ഇതേ സംഘമാണെന്ന് തെളിഞ്ഞത്. ഈ കേസ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിൽ. മാമംഗലം PWD ഡിവിഷൻ ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് രതീഷാണ് പിടിയിലായത്. 5000 രൂപ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ പ്രതികൂല കാലാവസ്ഥയും പാലക്കാട്ടെ നെൽകർഷകർക്ക് തിരിച്ചടിയാകുന്നു. തുടർച്ചയായ മഴ ഞാറ്റടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിത്ത് സംഭരണത്തിൽ സർക്കാർ അനാസ്ഥയും കർഷകരെ കാര്യമായി ബാധിച്ചു. കഴിഞ്ഞ വർഷത്തെ 1ാം വിളയിലും 2ാം വിളയിലുമായി കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ കുടിശ്ശിക നൽകാനുണ്ട്. സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നതിൽ ബാങ്കുകൾ അനാസ്ഥ തുടരുകയാണ്. ഈ വർഷത്തെ 1ാം വിള കൃഷിയിറക്കേണ്ട സമയം അതിക്രമിച്ചിട്ടും സർക്കാർ വിത്ത് സംഭരിച്ച് കർഷകർക്ക് വിതരണം ചെയ്തിട്ടുമില്ല. മെയ് ആദ്യവാരത്തിന് ശേഷമെങ്കിലും വേനൽ മഴ ലഭിക്കേണ്ടതായിരുന്നു, ഉണ്ടായില്ല. മഴ തുടരുന്നതോടെ ഞാറ്റടി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ വളരെ പരിമിതമായിട്ടാണ് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഈ പ്രാവശ്യം വിത്ത് പോലും കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടായി. വിത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കൃഷിഭവനിലൂടെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ പ്രാവശ്യം അതും ഇല്ലാത്തൊരവസ്ഥ. കാലാവസ്ഥയാണെങ്കിൽ വളരെയേറെ പ്രതികൂലം. വേനൽ മഴ ഇല്ലാത്തത് കാരണം പൊടിവത വിതയ്ക്കാനോ മറ്റൊന്നും മുന്നൊരുക്കം നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ വെള്ളമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇനി ഞാറുപാകണമെങ്കിൽ അതിനും പ്രയാസം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് കൊടുത്താൽ സർക്കാരാണെങ്കിൽ പണം തരുന്നില്ല. കഴിഞ്ഞ 1ാം വിളൻ്റെ പോലും പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 2ാം വിള എടുത്തതിൽ പലർക്കും PRS കൈവച്ച് ലോണിന് വേണ്ടി ബാങ്കുകാർ കയറിയിറങ്ങുകയാണ്. അത് കർഷകരുടേതായിട്ടുള്ള ഭവനങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, മറ്റു നിത്യനിദാന ചെലവുകൾക്കൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അടുത്ത സീസണിൽ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. 4 മാസമായി കൊയ്തിട്ട് 1 മാസം വീട്ടിൽ നെല്ല് കയറണം. നെല്ലെടുത്തിട്ട് പോയി 3 മാസമായി. PRS ചെയ്തിട്ട് 3 പ്രാവശ്യം ബാങ്കിൽ പോയി. 3 പ്രാവശ്യം പേരെ വന്നിട്ടില്ല. അവരോട് പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളോട് പറഞ്ഞ് യാതൊരു കാര്യമില്ല. അവർ സപ്ലൈ കോളേജിൽ വീട് അയച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് വേണമെങ്കിൽ PRS 3 ഒക്കെ ഫോട്ടോസ് എടുത്തിട്ട് ലോൺ അയച്ചാൽ തരുള്ളൂ. എല്ലാവരും തരില്ല. ബാങ്കുകളിൽ മാറി മാറി പോയി എപ്പോഴും അവിടെ ഏതൊന്നും കിട്ടാൻ പറ്റില്ല. എനിക്ക് കിട്ടാനും പറ്റിയില്ല. നെല്ല് വിത്ത് വാങ്ങണം. അന്ന് വിത്ത് കിട്ടിയില്ല. ഇപ്പോൾ വിത്ത് വാങ്ങണമെങ്കിൽ 45 റുപ്യ കൊടുക്കണം 1 കിലോ വിത്തിന്.
അത് എവിടെയും പോയി വാങ്ങിയിട്ട് വരാം. 2 പൂവലായിട്ടാണ് പാലക്കാട്ടെ നെൽകൃഷി രീതി. ആദ്യത്തെ പൂവൽ തന്നെ കൃഷിയിറക്കാനാവാത്ത സ്ഥിതിയാണിപ്പോൾ. ന്യൂസ് 18 പാലക്കാട്. കാസർകോട്ടെ നേന്ത്രവാഴ കർഷകർ പ്രതിസന്ധിയിൽ. വിപണി കണ്ടെത്താൻ കഴിയാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. കർഷകനായ അശോകന്റെ 200ഓളം വാഴക്കുലകളാണ് ഇത്തരത്തിൽ വിപണിയിൽ എത്തിക്കാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്നത്. 1.5 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് കാസർഗോഡ് പാക്കം ആലക്കോട്ടെ കർഷകനായ അശോകൻ നേന്ത്രവാഴ കൃഷി ഇറക്കിയത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 400ഓളം വാഴകൾ നട്ടു. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. കൊടും വേനലിലും രാവിലെയും വൈകിട്ടും തോട്ടം നനച്ചാണ് അശോകൻ കൃഷി ചെയ്തത്. എന്നാൽ വിളവെടുപ്പിന് പാകമായപ്പോൾ വിപണി കണ്ടെത്താൻ കഴിയാത്തത് കർഷകനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 20 കിലോ തൂക്കം വരുന്ന 200ഓളം വാഴക്കുലകളാണ് വിപണിയിലെത്തിക്കാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്നത്. ആകെ ഞാൻ ഇന്ന് കൊത്തിയത് 12 കൊല കൊത്തിയിട്ട് നാട്ടിൻഭാഗത്ത് പീടികയിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ കായ് ഏടിയും വേണ്ട. എവിടെ വിളിച്ചു ചോദിച്ചാലും കായ് സ്റ്റോക്കുണ്ട്, ഇപ്പോൾ പോകുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവരേണ്ടതാണ് പറയുന്നത്. 150 കൊല കൊത്താനുണ്ട്. ഇത് പഴുത്തിട്ട് പക്ഷി തിന്നിട്ട് പോകുന്നതല്ലാതെ നമുക്ക് കിടന്നാൽ ഉറക്കം വരാത്തൊരു സ്ഥിതിയാണ്. ഒരുപാട് കടമായി ഇതിൻ്റെ പേരിൽ. എന്ത് ചെയ്യേണ്ടതെന്നൊരു വഴിയില്ല. കാരണം കൃഷി വകുപ്പൊന്നും ഒരു ആനുകൂല്യം നമുക്ക് ഇതുവരെ കിട്ടിയില്ല. സെപ്റ്റംബർ 20 വാഴ വെച്ച് ഒക്ടോബറിലാണ് നമ്മൾ ഇത് അപേക്ഷ കൊടുക്കുന്നത്. ഫോട്ടോ അടക്കം എടുത്തിട്ട് കൊടുത്തതാണ്. അവരൊന്നും വന്ന് നോക്കാനോ അല്ലെങ്കിൽ ഒരു രൂപ ആനുകൂല്യം തരാൻ ഒന്നും നമുക്ക് കിട്ടിയില്ല. അതേപോലെ തന്നെ 10-20 കഴിഞ്ഞ പ്രാവശ്യം ഇടിയിൽ കത്തിപ്പോയി 3 തെങ്ങും. അതിനും അവർ വന്ന് നോക്കിയ ഒരു രൂപ തരിക ചെയ്തിട്ടില്ല. വന്യമൃഗശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്. ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് കൃഷി ഇറക്കിയതും. കൃഷിഭവനിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. വിപണി കണ്ടെത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് വീടുകൾ താവളമാക്കിയ മയിൽക്കൂട്ടം കൗതുക കാഴ്ചയാകുന്നു. തൃക്കരിപ്പൂർ തങ്കയത്തെ 2 വീടുകളാണ് മയിൽക്കൂട്ടത്തിന്റെ ഇഷ്ടസംഗീതമായിരിക്കുന്നത്. കാസർഗോഡ് തങ്കയത്തെ ജാഫറിന്റെയും മാസിന്റെയും വീടുകളിലാണ് മയിലുകൾ താവളമാക്കിയിരിക്കുന്നത്. ഒരേ സമയം 10ലേറെ മയിലുകളാണ് വീടുകൾക്ക് ചുറ്റും മേഞ്ഞു നടക്കുന്നത്. ആദ്യം ഒരു മയിലാണ് ഇവിടെ എത്തിയത്. പിന്നീട് പിന്നാലെ വന്നവരൊന്നും ഇവിടം വിട്ടു പോയില്ല. കൂട്ടത്തോടെ വീടുകൾക്ക് ചുറ്റുമെത്തുന്ന മയിലുകൾ മനോഹര കാഴ്ചയാണ്. ആദ്യം മയിലുകളെ കണ്ടപ്പോൾ കൗതുകം തോന്നിയിരുന്നുവെങ്കിലും പതിവ് കാഴ്ചയായതോടെ വീട്ടുകാരും ശ്രദ്ധിക്കാതെയായി. ഒന്നിടപ്പുണ്ടാളുണ്ട്. ഇന്ന് 16 ഒന്നിച്ചു വന്ന് എന്താ അറിയില്ല, ഫുള്ള് എല്ലാ പേർക്കും ഒരു കൂട്ടത്തോടുണ്ട്. ഇപ്പം എല്ലാം പെരൻ്റെ മേലെ ഷീറ്റിന് മേലെ എല്ലാം ഇല്ല. ഇപ്പം നടക്കുമ്പം ഇപ്പം അങ്ങനെ വലിയ ഒച്ചപ്പാടൊന്നും ഇല്ല. ഇനി ഇത് ശീലമായെങ്കിൽ എന്താ അറിയില്ല. വീട്ടുകാരുമായി ഇണങ്ങിയ രീതിയിലാണ് ഇവയുടെ പെരുമാറ്റം. വീടിന് ചുറ്റും ഇര തേടി ചികഞ്ഞു നടക്കും. വീടിന്റെ ടെറസിലും മേൽക്കൂരയുടെ മുകളിലുമാണ് വിശ്രമം. സമീപത്ത് കാവുള്ളതുകൊണ്ടാകാം ഇത്രയേറെ മയിലുകൾ ഇവിടെ എത്തുന്നത് എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ മയിലുകൾ എത്തിയാൽ ശല്യമായി മാറിയേക്കുമെന്ന ആശങ്കയും വീട്ടുകാർക്കുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6820 രൂപ, പവന് 54,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5690 രൂപ, പവന് 45,520 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ, കിലോയ്ക്ക് 1 ലക്ഷം രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.